ഹായ് 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 ഇന്ന് SSLCയിലെ 7th ചാപ്റ്ററിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന 7th ചാപ്റ്ററിൽ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് എന്ത് 5 ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ്. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് ഹാഫ്, ഈ 7th ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ള ആൽക്കഹോൾ, ആസിഡ് ആൻഡ് എസ്റ്റർ, ഈ 3 ഇമ്പോർട്ടന്റ് കോമ്പൗണ്ടിന്റെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഫീഡ്. ഫസ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ആൽക്കഹോൾ, ആൽക്കഹോളിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ OH കാണിക്കുന്നുണ്ട്. OH അഥവാ അതിനെ വിളിക്കുക, ആ OH മാത്രം വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അഥവാ ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ്, കോമൺ നെയിം ആണ് അഥവാ പൊതുവായി അറിയപ്പെടുന്ന പേരാണ്. IUPAC നെയിം നാമമല്ല, കോമൺ നെയിം, പൊതുവായിട്ട് അറിയപ്പെടുന്ന പേരാണ്, നാമമാണ് എന്തെന്ന് പറഞ്ഞത്, ആൽക്കഹോൾ. ഈ ആൽക്കഹോളിൽ 2 കോമ്പൗണ്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഏതാ, ബഹുമാനപ്പെട്ട മെത്തനോൾ. രണ്ടാമത്തെ ഏതാ, ആദരണീയനായ എഥനോൾ അഥവാ മെത്തനോളും എഥനോളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ മെത്തനോളിന്റെയും എഥനോളിന്റെയും ഘടന, നിർമ്മാണം, ഉപയോഗം, ഇതാണ് മെത്തനോളിന്റെ എഥനോളിന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആദ്യം ഘടന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് മെത്തനോളിന്റെ ഘടന ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, അപ്പൊ ഒരു കാർബൺ വെച്ച് ഒരു OH വെച്ച് വരയ്ക്കാം. എത്തനോൾ എന്ന് പറഞ്ഞാൽ മെയ്ത് ഈദ് എത്തനോൾ, അപ്പൊ 2 കാർബൺ അതൊരു OH, അതും ഇവിടെ ഘടന നൽകുന്നുണ്ട്. ഓക്കെ അല്ലെ, ഇനി ഘടന നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് രണ്ടിന്റെയും ചെറിയ സവിശേഷത പറഞ്ഞുതരാം. ഈ മെത്തനോൾ എന്ന് പറയുന്ന പദാർത്ഥം അഥവാ സബ്സ്റ്റൻസ് ഒരു വിഷമാണ് അഥവാ പോയിസണസ് സബ്സ്റ്റൻസ് ആണ് മെത്തനോൾ. ഇതോ വിഷമാണോ? അല്ല. ഓക്കെ, പിന്നെ ഇതിനെ മെത്തനോളിനെ അറിയപ്പെടുന്ന പേര്, മെത്തനോൾ ഈസ് ആൾസോ നോൺ ആസ് വുഡ് സ്പിരിറ്റ്. ഏത് സ്പിരിറ്റ്? വുഡ് സ്പിരിറ്റ്. എത്തനോളോ? ഗ്രേപ്പ് സ്പിരിറ്റ്. ഓക്കെ, ഗ്രേപ്പ് സ്പിരിറ്റ്. ഇത് മെത്തനോൾ, വുഡ് സ്പിരിറ്റ്, ഗ്രേപ്പ് സ്പിരിറ്റ്. ഓക്കെ അല്ലെ, ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഉപയോഗങ്ങൾ, കോമൺ ആയിട്ടുള്ള ഉപയോഗങ്ങൾ ഒരു 2-3 ഒക്കെ പഠിക്കാം, എക്സാമിന് ചോദിക്കുന്നത് പഠിക്കാം. ഓക്കെ, മെത്തനോളിന്റെ ഒന്നാമത്തെ ഉപയോഗം എന്ത്, വാർണിഷ് നിർമ്മാണത്തിന് അഥവാ വാർണിഷ് എന്ന് എഴുതിയാൽ മതി, വാർണിഷ്. രണ്ടാമത്തെ ഉപയോഗം എന്ത്, ഫോർമാലിൻ. അത് വാർണിഷ്, ഫോർമാലിൻ. ഇനി ഇവിടെ എത്തനോളിന്റെ ഉപയോഗം ബ്യൂറേജ്. ഓക്കെ, ബ്യൂറേജസിന് ഉപയോഗിക്കും, പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അനേകം ഉപയോഗങ്ങൾ രണ്ടിനുണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള 2 പഠിച്ചു വെക്കാം. വാർണിഷ്, ഫോർമാലിൻ, ബ്യൂറേജ്, പ്രിസർവേറ്റീവ്, ഇതാണ് ഇതിന്റെ ഉപയോഗം. ബഹുമാനപ്പെട്ട മെത്തനോളിന്റെയും ആദരണീയനായ എഥനോളിന്റെയും നിർമ്മാണം അഥവാ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്. അഥവാ ആദ്യം ബഹുമാനപ്പെട്ട മെത്തനോളിന്റെ നിർമ്മാണം എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ട്. അഥവാ മെത്തനോൾ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഞാൻ കാണിക്കുന്നു, സ്ട്രക്ചർ അവിടെ വരയ്ക്കുന്നുണ്ട്. മെത്തനോൾ CH3 അഥവാ ഒരു കാർബൺ മീത് ഓള് വരണമെങ്കിൽ OH വെച്ചു അഥവാ മെത്തനോൾ. ഈ മെത്തനോളിനെ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ ആരുണ്ട്, ഹൈഡ്രജൻ. ഈ 3 എലമെന്റുകളാണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ഇതിൽ കാർബൺ ഓക്സിജനും റിയാക്ട്, കാർബണും ഓക്സിജൻ അഥവാ കാർബൺ മോണോക്സൈഡ്, പിന്നെ എഴുതാൻ ബാക്കിയുള്ളത് ആര് മാത്രമാണ് ഉള്ളത്, ഹൈഡ്രജൻ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ 2H. ഇങ്ങനെയാണ് മെത്തനോളിനെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മെത്തനോളിന്റെ നിർമ്മാണം നമ്മളിപ്പോൾ പഠിച്ചു. അഥവാ കാർബൺ മോണോക്സൈഡ് CO ഹൈഡ്രജനുമായിട്ട് രാസപ്രവർത്തനം നടത്തിയാലാണ് മെത്തനോൾ നിർമ്മിക്കാൻ പറ്റും, നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആദരണീയനായ എഥനോൾ 2 കാർബൺ ഉള്ളത്, OH ഉണ്ട്. എഥനോളിന്റെ നിർമ്മാണമാണ് പറയാൻ പോകുന്നത്. അപ്പൊ എഥനോൾ എങ്ങനെ നിർമ്മിക്കുക എന്ന് ചോദിച്ചാൽ, മൊളാസസിനെ ഫെർമെന്റേഷൻ ചെയ്തിട്ടാണ് എന്ത് നിർമ്മിക്കുക, എഥനോൾ നിർമ്മിക്കുക. ആദരണീയനായ എഥനോൾ നിർമ്മിക്കുക. എന്ത് ചെയ്തിട്ട്? മൊളാസസിനെ ഫെർമെന്റേഷൻ ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, എന്താണ് മൊളാസസ്, എന്താണ് ഫെർമെന്റേഷൻ എന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആക്കി പറഞ്ഞാൽ മൊളാസസ് എന്ന് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ ആണ് വിളിക്കുന്ന പേരാണത്. ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണത് മൊളാസസ് അഥവാ കരിമ്പ് ജ്യൂസ്. ഇതൊരു മൊളാസസ് ആണ്. ഓക്കെ, മൊളാസസിന് ഫെർമെന്റേഷൻ. അപ്പൊ മൊളാസസ് എന്താണെന്ന് കിട്ടി, ഷുഗർ സൊല്യൂഷൻ ആണ്. ഷുഗർ ക്രിസ്റ്റൽ ഒഴിവാക്കിയതിന് ശേഷം വരുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണത് മൊളാസസ്. ഇനി ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ, അഥവാ ഫെർമെന്റേഷനിൽ 2 എൻസൈംസ് ആണ് ആക്ട് ചെയ്യുന്നത്. ആ എൻസൈംസിന്റെ പേര് നിർബന്ധമായിട്ട് പഠിക്കണം, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ എൻസൈമാണ് ഏത്, ഏറ്റവും പ്രിയപ്പെട്ട ഇൻവെർട്ടേസ്
രണ്ടാമത്തെ എൻസൈമിന്റെ പേരാണ് എന്ത്? ആദരണീയനായ സൈമേഴ്സ്. ഇൻവെർട്ടേസും സൈമേഴ്സും ഫെർമെന്റേഷൻ എന്ന പ്രക്രിയയിൽ രണ്ട് എൻസൈംസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇൻവെർട്ടേസ്, രണ്ടാമത് സൈമേഴ്സ്. ഈ രണ്ട് എൻസൈംസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അഥവാ നമ്മൾ പറഞ്ഞു എത്തനോളിനെ നിർമ്മിക്കൽ എങ്ങനെ? മൊളാസസിനെ ഫെർമെന്റേഷൻ ചെയ്തിട്ട്. അപ്പൊ മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു ഷുഗർ സൊല്യൂഷൻ. അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് എത്തനോളിനെ നിർമ്മിക്കുക എന്നുള്ളത്. ഞാൻ എഴുതുന്നുണ്ട്, നോക്കിയാ ശ്രദ്ധിക്കാം. ഷുഗർ സൊല്യൂഷൻ ആണല്ലോ. ഷുഗർ എന്ന് പറഞ്ഞാൽ ഇതാണ് C12H22O11. ഷുഗറായി. സൊല്യൂഷൻ ആവണമെങ്കിൽ ആരും കൂടി വേണം, വാട്ടർ. ഷുഗർ സൊല്യൂഷൻ ആയല്ലോ. ഓക്കെ, ഈ ഷുഗർ സൊല്യൂഷനിൽ റിയാക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെ എൻസൈമിന്റെ പേര് ഏതാ പറഞ്ഞത്? ഇൻവെർട്ടേസ്. അപ്പൊ ഫസ്റ്റത്തെ എൻസൈമിന്റെ പേര് നമ്മുടെ ഇതാണ് ഇൻവെർട്ടേസ്. ഓക്കെ, ഇൻവെർട്ടേസ്. ഇനി ഇത് എങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ റിയാക്ടിന്റെ ഭാഗത്ത് അഥവാ അഭികാരകത്തിന്റെ ഭാഗത്ത് ഈ ഭാഗത്ത് ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. കാർബൺ ഇതാണ് കേട്ടോ. ഓക്കെ, ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 12 കാർബണാണ് ഉള്ളത്. ഓക്കെ അല്ലെ, 12 കാർബൺ ഉള്ളത്. അപ്പൊ ഈ ഭാഗത്ത് 12 കാർബൺ ഇവിടെ. അപ്പൊ ഞാൻ അതിന് ഹാഫ് ആക്കാം, പകുതിയാക്കാം. അപ്പൊ എന്ത് കിട്ടും? C6 പ്ലസ് C6. ഇനി ഇതേ ഭാഗത്ത് തന്നെ ഇവിടെ ഒന്നും കൂടി നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 22, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 24 ഹൈഡ്രജൻ അല്ലേ. ഓക്കെ, ഈ 24 ഹൈഡ്രജൻ വീണ്ടും ഹാഫ് ആക്കാം. എത്ര? 12. 12. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ഹൈഡ്രജൻ 12. ഓക്കെ, വീണ്ടും അഭികാരകത്തിന്റെ ഭാഗത്ത് റിയാക്ടന്റിന്റെ ഭാഗത്ത് ഈ ഭാഗം നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് നോക്കാം ആരൊക്കെയുള്ളത് നോക്കാം. നമ്മള് കാർബണിനെ ചെയ്തു, ഹൈഡ്രജനെ ചെയ്തു. ഇനി ആര് മാത്രം ബാക്കിയുള്ളത്? ഓക്സിജൻ. ഓക്സിജൻ ഈ ഭാഗത്ത് നോക്കി 11 ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ ടോട്ടൽ എത്ര? 12. 12 ഹാഫ് ആക്കിയാൽ 6. ഓക്കെ, ഞാൻ ഇവിടെ ഇതാണ് 6 ഓക്സിജൻ, 6 ഓക്സിജൻ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ്. ഇതാണ് എന്ത് പറയുന്നത്? ഫ്രക്ടോസ് അഥവാ ഷുഗർ സൊല്യൂഷൻ. ഇതാണ് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനെ ഫെർമെന്റേഷൻ അഥവാ ഇൻവെർട്ടേസ് വർക്ക് ചെയ്തപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറ്റി. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിങ്ങളോട് ചോദിക്കാറുള്ളത് ഈ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏത് എൻസൈമാണ് വർക്ക് ചെയ്തത് എന്നാണ് ചോദിക്കാറുള്ളത്. സിമ്പിൾ അല്ലേ? ഇൻവെർട്ടേസ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ശ്രദ്ധിക്കാം. ഇതിലുള്ള ഒരു ഗ്ലൂക്കോസിനെ ഇവിടെ താഴ്ത്തുക ചെയ്താണ് C6H12O6. ഓക്കെ, രണ്ടാമത്തെ എൻസൈമിന്റെ പേര് നമ്മൾ പറഞ്ഞു ഏതാ? സൈമേഴ്സ്. അപ്പൊ ആ സൈമേഴ്സിനെ അവിടെ ഇതാണ്. സൈമേഴ്സ് ആണ് വർക്ക് ചെയ്യുന്ന എൻസൈം. സൈമേഴ്സ് മലയാളത്തിൽ അത് തന്നെയാണ് അതിന്റെ പേര്. ഫസ്റ്റത് ഇവിടെ ഇൻവെർട്ടേസ്, ഇത് സൈമേഴ്സ്. ഓക്കെ, ഈ സൈമേഴ്സ് ഇവിടെ എന്താ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നമ്മൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? മെത്തനോൾ ആണോ എത്തനോൾ ആണോ? എത്തനോൾ അല്ലെ. അപ്പൊ എത്തനോളിന് സ്ട്രക്ചർ ഘടന അവിടെ വരയ്ക്കുന്നുണ്ട്. CH3 CH2 മീത് ഓൾ. മെത്തനോൾ ആയല്ലോ. ഇതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്? മെത്തനോളാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. സ്ട്രക്ചർ വരച്ചു. ഇത്രയുള്ളൂ, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടെ ആരും കൂടി കൂട്ടിച്ചേർക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഒരു കാര്യം ഞാൻ സമീകരിച്ചിട്ടില്ല അഥവാ ബാലൻസ് ചെയ്തിട്ടില്ല. സമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് റിയാക്ടറിന്റെ ഭാഗത്ത് 6 കാർബൺ ഉണ്ട്. ഈ ഭാഗത്തോ 1 2 3 ആയിട്ടുള്ളൂ. സമീകരിക്കണം. ഇവിടെ ഡിജിറ്റ് കൊടുക്കാൻ 2 കൊടുക്കാനേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായി പറഞ്ഞതാണ് ഞാൻ. അഥവാ ഇങ്ങനെയാണ് മെത്തല്ല എത്തനോൾ. എത്തനോളിനെ പ്രിപ്പറേഷൻ ചെയ്ത് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു എന്ത്? മൊളാസസിനെ. ഇതാണ് മൊളാസസ്, ശ്രദ്ധിച്ചോട്ടോ. ഇതാണ് മൊളാസസിനെ ഫെർമെന്റേഷൻ ചെയ്യുക. ഫെർമെന്റേഷനിൽ 2 എൻസൈംസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ എൻസൈമാണ് ഇത് ഇൻവെർട്ടേസ്. ആക്ട് ചെയ്തപ്പോൾ 2 കോമ്പൗണ്ട് ലഭിച്ചു, 2 ഓർഗാനിക് കോമ്പൗണ്ട് ലഭിച്ചു. ഇതിൽ ഒരു കോമ്പൗണ്ടിന് വീണ്ടും താഴ്ത്തി ഏത്? ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിന് വീണ്ടും രണ്ടാമത്തെ എൻസൈമിന്റെ പേരാണ് സൈമസ്. ഈ എൻസൈംസിന്റെ പേരാണ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഇൻവെർട്ടേസ്, സെക്കൻഡ് സൈമസ് ആക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എത്തനോൾ. ഇങ്ങനെയാണ് എത്തനോളിന്റെ പ്രിപ്പറേഷൻ, നിർമ്മാണം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു, യൂസസ് പഠിച്ചു, ഉപയോഗങ്ങൾ പഠിച്ചു, നിർമ്മാണം പഠിച്ചു, അഥവാ പ്രിപ്പറേഷൻ പഠിച്ചു ഇല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തനോളിന്റെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എത്തനോൾ, ആദരണീയനായ എത്തനോളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അഥവാ ഈ എത്തനോളിൽ തന്നെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് വാഷ്, 2 റെക്ടിഫൈഡ് സ്പിരിറ്റ്, 3 അബ്സല്യൂട്ട് ആൽക്കഹോൾ, 4 പവർ ആൽക്കഹോൾ,
അഞ്ചാമത്തത് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്. ഇതൊക്കെ എന്താണെന്നും ഇതിന്റെ പെർസെന്റേജ് ആണ് കാണാതെ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാഷ് ആണ്. ഈ വാഷ് എന്ന് പറയുന്നത് 8 to 10% എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാഷ്. 8 മുതൽ 10% എത്തനോളിനെ വിളിക്കുന്ന പേരാണിത് വാഷ്. ഓക്കെ. രണ്ടാമത് പഠിക്കാനുള്ളതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വാഷിനെ പ്യൂരിഫൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95.6% എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ. ഇനി മൂന്നാമത്തതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ അഥവാ 100% അതോ 100% എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി നാലാമത്തതാണ് പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പെട്രോളും അബ്സല്യൂട്ട് ആൽക്കഹോളും ചേർന്ന മിക്സറിനെ വിളിക്കുന്ന പേരാണിത് പവർ ആൽക്കഹോൾ. ഇനി അഞ്ചാമത്തത് ലാസ്റ്റ് വൺ ആണ് ഇത് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്. ഈ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷപദാർത്ഥത്തിനോട് കൂടെ ആരെ ചേർക്കുക? എത്തനോളിനെ ചേർത്താൽ ലഭിക്കുന്നതാണ് എന്ത്? ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്. ഈ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റിന് എക്സാമ്പിൾ ആണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റിന് എക്സാമ്പിൾ ആണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അഥവാ നമ്മൾ പറഞ്ഞു ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വിഷം പ്ലസ് എത്തനോൾ ആണ്. ആ വിഷം എന്നുള്ള പദാർത്ഥത്തിന് പകരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്തനോൾ ആണോ എത്തനോൾ ആണോ വിഷം? യെസ്, യു സെഡ് മെത്തനോൾ ആണ് വിഷം അല്ലെ. അപ്പൊ ഈ വിഷപദാർത്ഥമായിട്ടുള്ള മെത്തനോളും കുടിക്കാൻ പറ്റുന്ന എത്തനോളും ചേർന്ന സാധനമാണ് എന്ത്? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ അല്ലെ. ഇതാണ് ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാറ്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ത്? പ്രോപ്പർട്ടീസ് പഠിച്ചു, യൂസസ് പഠിച്ചു, പ്രിപ്പറേഷൻ പഠിച്ചു, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എത്തനോളും പഠിച്ചു. ഓക്കെ അല്ലെ. ഇത്രയേ ഉള്ളൂ ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, സോ താങ്ക് യു.